നമസ്കാരം. ലൈവ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംയുക്ത ട്രേഡ് യൂണിയന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് പൊന്നാനിയിൽ സ്വീകരണം നൽകി. കർഷക ദിനത്തിൽ പൊന്നാനിയിലെ മികച്ച കർഷകരെ ആദരിച്ചു. KSUവിന്റെ നേതൃത്വത്തിൽ SBT ചന്തപ്പടി ശാഖ ഉപരോധിച്ചു. മലയാളികളുടെ മനസ്സിൽ പൂവിളികളുടെ ഈണവുമായി നാളെ അത്തം. വിശദമായ വാർത്തകളിലേക്ക്. സംയുക്ത ട്രേഡ് യൂണിയൻ പണിമുടക്കിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് പൊന്നാനിയിൽ സ്വീകരണം നൽകി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണവിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശവ്യാപകമായി നടത്തുന്ന സെപ്റ്റംബർ 2 സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ജില്ലാ സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വാഹന പ്രചരണ ജാഥയ്ക്ക് പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. ജില്ലാതലത്തിൽ നടന്ന പ്രചരണ ജാഥയ്ക്ക് CITU ജില്ലാ പ്രസിഡന്റ് ശശികുമാർ നേതൃത്വം നൽകി. പൊന്നാനിയിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ AK ജബ്ബാർ അധ്യക്ഷനായിരുന്നു. BMS പ്രസിഡന്റ് ഗോപാലൻ, AITU പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, INTUC നേതാവ് ജയൻ അറയ്ക്കൽ, STU നേതാവ് അബ്ദുറഹിമാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. മത്സ്യമേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തീരദേശ പരിപാലന നിയമം. നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് നടപ്പാക്കുന്ന തീരദേശ പരിപാലന നിയമം. ആ നിയമം ഈ രംഗത്തെ ഈ പ്രദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ വീടിനോ അവരുടെ പ്രദേശത്തോ എന്തെങ്കിലും ഒരു നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതിന് കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ടായിരിക്കും. അതുകൊണ്ട് തീരദേശ പരിപാലന നിയമം തൊഴിലാളികളുടെ വിശ്വാസം എടുത്തുകൊണ്ട് മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന വിഷയം ഈ ജാഥ ഗൗരവമായി ഉന്നയിക്കുന്നത്. ആ പ്രശ്നം ഞാൻ ഇവിടെ ഓർമ്മിക്കുകയാണ്. മറ്റൊന്ന്, നീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് ഏകപക്ഷീയമായി നടപ്പിലാക്കാനുള്ള ഗവൺമെന്റിന്റെ തീരുമാനം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. മത്സ്യമേഖലയിൽ വിദേശ കമ്പനികൾക്ക് ഇഷ്ടംപോലെ കടന്നുവന്ന് നമ്മുടെ മത്സ്യസമ്പത്ത് കോരിയെടുക്കാൻ സഹായകരമാവുകയും തദ്ദേശവാസികളായ മത്സ്യത്തൊഴിലാളികളെ വലിയ തോതിൽ സമുദ്രത്തിൽ നിന്ന് ആട്ടിയൊഴിക്കുകയും ചെയ്യുന്ന, കടലിൽ നിന്ന് ആട്ടിയൊഴിക്കുകയും ചെയ്യുന്ന ഫലമാണ് നീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന വഴി നമ്മുടെ രാജ്യത്തുണ്ടാകാത്തത്. ഇപ്പോൾ തന്നെ ഇറ്റാലിയൻ നാവികർ നമ്മുടെ മേഖലയിലേക്ക് കടന്നു വന്ന് നമ്മുടെ മത്സ്യത്തൊഴിലാളിയെ വെടിവെച്ച് കൊണ്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ മത്സ്യമേഖല, സാധാരണ മേഖല വിദേശ കമ്പനികൾക്ക് വിനിയോഗിച്ചു കൊടുക്കാനുള്ള നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന് സംയുക്ത ട്രേഡ് യൂണിയനുകൾ വ്യക്തമാക്കുക. നിങ്ങളോട് ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇനിയാണൊരു സമരം നമ്മുടെ നാട്ടിൽ നടന്നില്ല. ഓണവിപണിയിലെ പച്ചക്കറികൾ സുരക്ഷിതമാക്കാൻ പരിശോധന കർശനമാക്കി. ഓണം അടുത്തതോടെ പച്ചക്കറി വിപണിയും സജീവമായി. എല്ലാ ആഘോഷങ്ങളിലും ഗൃഹാതുരത്വം സൂക്ഷിക്കുന്ന മലയാളിക്ക് ഓണസദ്യയും അത്തരത്തിൽ തന്നെ. വില എത്ര കുതിച്ചു പൊന്തിയാലും ഓണക്കാലത്ത് പച്ചക്കറികൾക്ക് വൻ ഡിമാൻഡാണ്. ഓണവിപണി മുന്നിൽ കണ്ട് സംസ്ഥാനത്തേക്ക് ലോഡ് കണക്കിന് പച്ചക്കറി എത്തിക്കുന്ന തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കർഷകർക്ക് ഇത്തവണ കടുത്ത പരിശോധനകൾക്കൊടുവിലെ പച്ചക്കറികൾ കേരളത്തിന്റെ അതിർത്തി കടത്താനാവൂ. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ക്യാൻസറിന് പച്ചക്കറിയിലെ വിഷവും കാരണമാകുന്നുണ്ടെന്ന കണ്ടെത്തലിലാണ് സുരക്ഷാ പരിശോധന കർശനമാക്കിയത്. നിലവിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പച്ചക്കറികളിൽ സർക്കാർ നിരോധിച്ച മാരക കീടനാശിനികൾ അമിതമായി ഉപയോഗിക്കുന്നുണ്ട്. ഈ അവസരത്തിലാണ് കൃത്യമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രം പച്ചക്കറി ലോഡുകൾ കേരളത്തിലെത്തൂ എന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. സുരക്ഷാ പരിശോധന കർശനമാകുന്നതോടെ പച്ചക്കറി വരവിൽ കുറവുണ്ടാവാനും വില കുതിച്ചു കയറാനുമാണ് സാധ്യത. എന്തായാലും ഇത്തവണത്തെ ഓണ പച്ചക്കറി വിപണി മലയാളികളെ പൊള്ളിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. ലൈവ് TV ന്യൂസ് പൊന്നാനി. വിദ്യാഭ്യാസ വായ്പയുമായി ബന്ധപ്പെട്ട SBTയുടെ നിലപാടിനെതിരെ KSU ഉപരോധം സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ വായ്പ പിരിച്ചെടുക്കുന്നതിന് റിലയൻസിനെ ഏൽപ്പിച്ച നടപടിക്കെതിരെ KSU ഉപരോധം.
ദേശസാൽകൃത ബാങ്കായ SBT അനുവദിച്ച വിദ്യാഭ്യാസ വായ്പയിൽ കുടിശ്ശികയായ 300 കോടി രൂപ തിരിച്ചെടുക്കുന്നതിനു വേണ്ടി രാജ്യത്തെ കുത്തക കമ്പനിയായ റിലയൻസിനെ ഏൽപ്പിച്ച നടപടിക്കെതിരെ KSU പൊന്നാനി മണ്ഡലം കമ്മിറ്റി പൊന്നാനി SBT ബ്രാഞ്ചിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിച്ചു. നിരവധി KSU പ്രവർത്തകർ പങ്കെടുത്ത ഉപരോധം EP നജീബ് ഉദ്ഘാടനം ചെയ്തു. വിജു അരമംഗലം, താജുദ്ദീൻ KM, നാസർ പുന്നംകുളം, കണ്ണൻ നമ്പ്യാർ, ദർവേഷ് PV എന്നിവർ സംബന്ധിച്ചു. ഈ രാജ്യത്ത് പുതിയ ഭരണകൂടം വരട്ടെ എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ വിധിയെഴുതി. വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്തെ അധികാരത്തിൽ വന്നത്. ആ ഘട്ടത്തിൽ 6 മാസക്കാലം അല്ലെങ്കിൽ 7 വർഷക്കാലം നരേന്ദ്രമോദിയുടെ മധുവിധ കാലഘട്ടം കഴിയട്ടെ എന്ന് ഇന്ത്യയിലെ ജനങ്ങളും പ്രതിപക്ഷവും ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളും ആഗ്രഹിച്ചു. നരേന്ദ്രമോദി അധികാരമേറ്റ ഉടനെ തന്നെ നടത്തിയ സംഭവങ്ങളൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UPA രാജ്യം ഭരിച്ചപ്പോൾ ആധാർ എന്ന സംവിധാനത്തിനെതിരെ ശക്തമായ പ്രചരണം നടത്തി ഈ രാജ്യത്തെ ഇടതുപക്ഷ സംഘടനകൾ ഉൾപ്പെടെ CPM സംഘടനകൾ ഉൾപ്പെടെ ഈ കോർപ്പറേറ്റുകൾ പറയുന്നത്, അതുപോലെ തന്നെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പറയുന്നത് ഏറ്റെടുത്തുകൊണ്ട് ആധാർ എന്ന് പറയുന്ന UPA ഗവൺമെന്റ് കൊണ്ടുവന്നത് എന്ന ഇന്ത്യയിലെ വലിയ മഹത്തായ ലോകരാജ്യങ്ങളിലൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ആളിക്കത്തുകയും ആധാർ ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കുവാനാണെന്നും ഈ രാജ്യത്തെ ജനങ്ങളുടെ രജിസ്ട്രേഷൻ അമേരിക്കൻ അതുപോലെ തന്നെ വൻകിട രാജ്യങ്ങൾക്ക് തീരെഴുതി കൊടുക്കുവാൻ ഇവിടെയുള്ള പാത്തുവിന്റെയും ചക്കന്റെയും കോരന്റെയും ഒക്കെ വിവരങ്ങൾ വലിയ കമ്പനികൾക്ക് അതുപോലെ തന്നെ കുത്തക രാജ്യങ്ങൾക്ക് കൈമാറുവാനുള്ള ശ്രമമാണ്. മലയാളക്കരയിൽ പൂവിളി ഉണർത്തി നാളെ അത്തം. മലയാള മണ്ണിൽ ഓണപ്പൂവിളി ഉയരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. മഴയൊഴിഞ്ഞ പാടങ്ങളിൽ ഓണവെയിൽ തെളിഞ്ഞപ്പോൾ മലയാളിയുടെ മനസ്സിൽ ഗൃഹാതുരമായ ഓർമ്മകളുമായി ഓണപ്പൂക്കളും ഓണത്തുമ്പികളുമെല്ലാം വിരുന്നെത്തി കഴിഞ്ഞു. മലയാളികളുടെ വീട്ടുമുറ്റങ്ങളിൽ പൂക്കൾ കൊണ്ട് വർണ്ണശോഭ വിടർത്തുവാൻ അത്തം നാളെ വിരുന്നെത്തുകയാണ്. പൂവിളികളുമായി നാളെ മുതൽ 10 ദിവസം ഇനി എല്ലാവരുടെയും വീട്ടുമുറ്റങ്ങളിൽ ഓണപ്പൂക്കൾ നിറയും. തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും കാണാമറയത്തായെങ്കിലും അന്യസംസ്ഥാനങ്ങളിലെ ചെണ്ടുമല്ലിയും ജമന്തിയുമെല്ലാം കേരള മുറ്റങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. സമ്പൽ സമൃദ്ധിയുടെയും കാർഷിക വൃത്തിയുടെയും ഉത്സവമായ ഓണനാളുകൾക്ക് മാറ്റുകൂട്ടാൻ നാളെ മുതൽ സംഘടനകളും സ്ഥാപനങ്ങളുമെല്ലാം പൂക്കള മത്സരവും ഓണാഘോഷ പരിപാടികളുമായി സജീവമാകും. കാത്തിരുന്ന ഓണനാളുകളുടെ വരവറിയിക്കുന്ന അത്തം നാളിന്റെ ഓട്ടപ്പാച്ചിലാണ് നാട്ടിലെ കുരുന്നുകളെല്ലാം. അത്തത്തറയൊരുക്കാനും പൂക്കൾ പറിക്കാനും പൂക്കൾ ഇടാനുമൊക്കെയുള്ള മലയാളക്കരയുടെ ഓട്ടത്തിന് നാളെ തുടക്കമാകും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പുതിയ ഗാനങ്ങൾ. നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രണയഗാനങ്ങൾ. ലവ് ബീറ്റ്സ് നിങ്ങളുടെ മുന്നിൽ. അമ്പാഴം തണലിട്ടൊരിടവഴിയിൽ കുമ്മായം കുറി തൊട്ട മതിലരികിൽ നിങ്ങളുടെ സ്വന്തം ലൈവ് ടിവിയിൽ മാത്രം. കൈകോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, ചക്കറ കാട്ടി വെടക്കായി വടക്കും തെക്കും നടന്നു നടുവൊടിക്കും. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 7 മണിക്ക് ഡോണ്ട് മിസ് ഇറ്റ്. ആലുവാപ്പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്.
വാർത്തകൾ തുടരുന്നു. പുതുവർഷമായ കർഷക ദിനത്തിൽ പൊന്നാനിയിലെ മികച്ച കർഷകരെ ആദരിച്ചു. കർക്കിടകം പെയ്തൊഴിഞ്ഞ വയൽ മണ്ണിലേക്ക് പ്രത്യാശയുടെ വിത്തുപാകാൻ ഓണവെയിൽ തലനീട്ടുന്ന ചിങ്ങപ്പുലരികൾക്ക് മലയാളികൾ വീണ്ടും കാതോർത്തു. കേരളത്തിന്റെ പച്ചപ്പും വയലുകളും കൃഷിപ്പെരുമയും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണെങ്കിലും ആ ഇത്തിരി തുണ്ടിൽ നന്മയുടെ വിത്തെറിയാൻ പഴമയുടെ മനസ്സുമായി കേരളീയരുടെ മലയാള കൊല്ലം ആരംഭിക്കുന്നത് വയലിൽ വിത്തെറിയുന്ന കർഷക ദിനാചരണത്തോടെയാണ്. എല്ലാത്തിലും അന്യസംസ്ഥാനക്കാരെ ആശ്രയിച്ചിരിക്കുന്ന മലയാളികൾക്ക് മുന്നിൽ മറ്റൊരു പുതുവർഷം പിറന്നു. ചിങ്ങം 1 ഇന്നലെ പൊന്നാനിയിലും അതിഗംഭീരമായി കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. പൊന്നാനി നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഈ വർഷത്തെ കർഷക ദിനം സമുചിതമായി ആഘോഷിച്ചു. പൊന്നാനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പ്രദേശത്തെ മികച്ച കർഷകരായ രാമകൃഷ്ണൻ വടക്കത്ത്, ശകുന്തള മനയിൽ, ബാബു ആവത്തം വീട്ടിൽ, ശാരദ തേറയിൽ, കുഞ്ഞൻ താന്നിക്കാട്ട്, ശ്രീജ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് മലപ്പുറം ജില്ലയിലെ ആത്മപ്രവർത്തനങ്ങളുടെയും പദ്ധതികളുടെയും കുറിച്ചുള്ള ദൃശ്യാവിഷ്കാരമായ പുലരി MLA P. ശ്രീരാമകൃഷ്ണൻ ചെയർപേഴ്സൺ പടിഞ്ഞാറകത്ത് ബീവിക്ക് നൽകി കർഷകർക്കായി സമർപ്പിച്ചു. കേരള സർക്കാരിന്റെ കാർഷിക നയം എന്ന പുസ്തകം MLA വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ പൊന്നാനിക്ക് നൽകി കർഷകർക്കായി സമർപ്പിച്ചു. ലൈവ് TV ന്യൂസ് പൊന്നാനി. കൃഷിയെ ഒരു ജീവിതത്തിന്റെ മാർഗമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടായ്മ രൂപം വരുന്നത് ഇതൊക്കെ നല്ല ലക്ഷണങ്ങളാണ്. അത്തരം നല്ല ലക്ഷണങ്ങളിലൂടെ കാർഷിക പ്രശ്നങ്ങളെ നന്നായി മനസ്സിലാക്കി സംഘടിതമായി നിലനിൽക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗമുണ്ട്. ഞാൻ ഉദാഹരണമായി കാരണം റബ്ബർ തകർന്നപ്പോൾ റബ്ബർ 150 രൂപ താങ്ങുവിലൊക്കെ പ്രഖ്യാപിച്ചത് എന്താ കാരണം? മധ്യ തിരുവിതാംകൂറിലെ റബ്ബർ കൃഷിക്കാരോട് സംഘടിതരായ രാഷ്ട്രീയ ശക്തിയാണെന്നുള്ളതാണ്. അവരെ അങ്ങനെ അവഗണിക്കാൻ പറ്റാത്ത 150 രൂപ രക്ഷപ്പെട്ടു എന്നുള്ളതല്ല, പക്ഷെ അതിന് താങ്ങുവില പ്രഖ്യാപിക്കാന്നുള്ളവർക്ക് എത്തിച്ചു. തെങ്ങിന് അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പൊ സംഘടിതരായിട്ട് കക്ഷി രാഷ്ട്രീയ അധീനമായിട്ട് കൃഷിക്കാരെ ഒരുപാട് ശക്തിപ്പെടുത്തിയാൽ പ്രശ്നങ്ങൾ ഇടപെട്ട് തുടങ്ങിയാൽ അതിന്റെ ഗുണങ്ങളുണ്ടാകും. ഭരണാധികാരികൾക്കും ജനപ്രതിനിധികൾക്കും അതിന് സമ്മർദ്ദമുണ്ടാകും. അല്ലാതെ നമ്മളിപ്പോൾ നിയമസഭയിൽ സംരക്ഷണം കൊണ്ടുവന്നിട്ട് യാന്ത്രികമായ മറുപടി കിട്ടിയിട്ട് തരില്ല. അതിന്റെ സമ്മർദ്ദത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകും. അതിന്റെ ഗുണമാത്ര നമുക്ക് പല മേഖലകളിൽ കാണാൻ കഴിയും. നമ്മുടെ സ്കൂൾ ദിനങ്ങൾ വലിയ മുന്നേറ്റമാണ് പൊന്നാനിയിലുണ്ടായത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, 63 കോടി രൂപയുടെ ഒരു ബൃഹത്തായ പദ്ധതി അവസാന ഘട്ടത്തിലാണ്. കുട്ടനാട്ടിലും പാലക്കാട്ടും മാത്രമേ നെൽകൃഷി കരുതിയിരുന്നെന്ന് നമ്മുടെ പുഞ്ച കൃഷിക്ക് വലിയ വളർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇത് പൂർത്തീകരിക്കുന്നതോടുകൂടി ഒരുപാട് തരിശുദിനങ്ങളിൽ വലിയ കാർഷിക സമൃദ്ധി ഉണ്ടാകാൻ പോവുകയാണ്. അതിന് കാരണം നല്ല കൂട്ടായ്മയുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ ജനപ്രതിനിധികൾക്കും കൃഷിക്കാർക്കും കഴിഞ്ഞുള്ളതാണ്. അങ്ങനെ കാർഷിക സമൃദ്ധമായ സമൂഹത്തെ നയിക്കാൻ ആവശ്യമായ നല്ല കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുവാൻ കർഷക ആഘോഷങ്ങൾക്ക് സാധിക്കട്ടെ. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ഈ അമേരിക്കൻ സാമ്രാജ്യത്തുമായിട്ട് ആരും വന്നില്ല, ഇംഗ്ലീഷുകാരായിട്ട് വന്നിട്ട് അത് വേറെ. പക്ഷെ പുതിയ 1945 ശേഷം ഞാൻ ഈ പറഞ്ഞ ലോക സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതീകവും ഉണ്ടാകാനാണ് അമേരിക്ക. ആ അമേരിക്കനുമായിട്ട് പഴയകാലം മുതൽ തന്നെ അത്ര വലിയ ബന്ധം ആക്കില്ല. എന്നാൽ തുടക്കം മുതൽ അമേരിക്കയുടെ അടുക്കളയിലാണ് ഇവനെ പറ്റുന്നത്. പക്ഷെ ഇവൻ സംസാരിക്കുന്നത് സാമ്രാജ്യത്തിനെതിരായിട്ടാണ്. മറ്റവൻ ഏറ്റവും സാമ്രാജ്യത്തിനെതിരായിട്ട് യഥാർത്ഥത്തിൽ ആഹാരം എന്താ അപ്പൊ അത് മനസ്സിലാക്കുന്നുണ്ടായി. ഇസ്ലാമിക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ എന്താണ് ഇന്ത്യൻ ഇസ്ലാമിക് രാഷ്ട്രീയത്തിൽ കാരണം എന്താ കാരണം? ഒരു കാരണം എല്ലാവർക്കും പറയും. എന്നാൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ രണ്ട് കാരണം, അത് ഉദാഹരണത്തിന് രണ്ടാമത്തെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ വിശ്വസിക്കുന്നു. ലോകത്തിലെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ രാജ്യം ഇന്തോനേഷ്യ. ആ ഇന്തോനേഷ്യ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരും കൂടുതൽ. റഷ്യയും ചൈനയും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് എവിടെയായിരുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യങ്ങളാണ്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരും രാജ്യവും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ പങ്കെടുക്കുന്നു. എവിടെ? ആ ഇന്തോനേഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പിന്തുണയുള്ള ഭരണത്തെ അട്ടിമറിച്ച്
കമ്മ്യൂണിസ്റ്റുകാരുടെ കശാപ്പ് ചെയ്യാൻ അവിടെ ഒരു അടിപൊളി നമുക്കായ അമേരിക്ക 1965 യുദ്ധത്തിന് ശേഷം അമേരിക്ക ലോകത്തിന്റെ മുന്നിലേക്ക് വന്നതിന് ശേഷം അമേരിക്ക നടത്തിയ ആദ്യത്തെ രക്തമംഗീരമായ പ്രതിവിപ്ലവമാണിത്. മനുഷ്യൻ 5 ലക്ഷം കമ്മ്യൂണിസ്റ്റുകാരെ കശാപ്പ് ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമോ അങ്ങനെ അത് തോന്നുന്നു. അത് കഴിഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു രാജ്യമാണ് ഇറാൻ. ഇതേ മാതിരി ഇറാനില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് ഒരു ഭരണം. മൊസാദി എന്ന് പറയുന്ന സർക്കാർ, ആ മൊസാദി സർക്കാരിനെ അടിച്ചു പ്രവർത്തിച്ചു. അവിടെയാണ് പിന്നീട് ഇനി സുഡാൻ ഇതേമാതിരി ലോകത്ത് മുസ്ലിങ്ങൾ താഴെ അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ ചോദ്യം. ആ സുഡാനിൽ ജാഫർ നബി എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ ഉപയോഗിച്ചാണ് അവിടെയും ഈ കമ്മ്യൂണിസ്റ്റുകാരെ ചെയ്യപ്പെട്ടു വന്നാലാണ് അഫ്ഗാനിസ്ഥാൻ അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാധീനം ഒരു ഗവൺമെന്റ് ഉണ്ട്, നജീബുള്ളയുടെ ഗവൺമെന്റ്. ആ നജീബുള്ള ഗവൺമെന്റ് അട്ടിമറിച്ചിട്ടാണ് താലിബാനെ ഇതൊക്കെ അമേരിക്കൻ. കമ്മ്യൂണിസ്റ്റുകാർ അല്ലാത്ത രാജ്യങ്ങളാണ് ഈജിപ്ത്, ഇറാഖ്, സിറിയ, ലിബിയ. അവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിക്കും. അവിടെ എന്താ അവർ സെക്യുലറായ മതരാഷ്ട്രമല്ല, എന്തായിരുന്നു മതേതര രാഷ്ട്രം. ആ മതേതര രാഷ്ട്രത്തിലെ ഗവൺമെന്റ് അവിടെയും പകരാറാവുന്നു ഇത്തരത്തിലുള്ള. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രീയം വാസ്തവത്തിൽ ഒരു 1900 ഞാൻ കോളേജിൽ പഠിക്കുന്ന 74 ഇങ്ങനെ സാധനങ്ങൾ ഇസ്ലാമിക് രാഷ്ട്രീയം നമ്മളിപ്പോ പറഞ്ഞു. അത് ഒരു സാധനം ലോകത്തിലവിടെ ഇല്ല. അപ്പോ ഒരു 75-80 ശേഷം അല്ലെങ്കിൽ 75 ശേഷമാണ് ലോകത്തിൽ ഇതൊക്കെ വരുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ സോവിയറ്റ് യൂണിയന്റെ എതിരായിട്ട് അമേരിക്ക നടത്തിയ അമേരിക്ക ഓരോ രാജ്യങ്ങളിൽ സോവിയറ്റ് യൂണിയന് അനുകൂലമായിട്ടും അമേരിക്ക. തിരൂർ പോലീസ് ലൈനിലെ CPM പാർട്ടി ഓഫീസ് ഹാളിൽ വെച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാലയുടെ ഉദ്ഘാടനം പ്രൊഫസർ MN നാരായണൻ മാസ്റ്റർ നിർവഹിച്ചു. പ്രസ്തുത ശില്പശാലയിൽ വർഗീയതയും വിദേശ കുത്തകകളുടെ കടന്നുകയറ്റവും എന്ന വിഷയത്തിൽ മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂട്ടായി ബഷീർ, CITU ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ സാഫുദി എന്നിവർ സംസാരിച്ചു. സംഘടിത തൊഴിലാളി മേഖലകളിലും മത്സ്യത്തൊഴിലാളി മേഖലയിലും നടക്കുന്ന കുത്തക കമ്പനികളുടെ കടന്നുകയറ്റവും വർഗീയ വേർതിരിവുകളും മനസ്സിലാക്കി ശക്തമായ പോരാട്ടത്തിലൂടെ അതിനെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് ശില്പശാലയിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. കടവനാട് പറങ്കിവളപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ സർവ്വ ഐശ്വര്യ പൂജ നടന്നു. കടവനാട് പറങ്കിവളപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ സർവൈശ്വര്യ പൂജ നടന്നു. ആധ്യാത്മിക ഉന്നതിയും കുടുംബത്തിന് ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന വിളക്ക് പൂജയിൽ പാറപ്പുറം വാസു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഹരിഹരമംഗലം മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് പൂജ സംഘടിപ്പിച്ചത്. സർവൈശ്വര്യ പൂജയിൽ 100 കണക്കിന് അമ്മമാരും ഭക്തരും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംയുക്ത ട്രേഡ് യൂണിയന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് പൊന്നാനിയിൽ സ്വീകരണം നൽകി. കർഷക ദിനത്തിൽ പൊന്നാനിയിലെ മികച്ച കർഷകരെ ആദരിച്ചു. KSUവിന്റെ നേതൃത്വത്തിൽ SBT ചന്തപ്പടി ശാഖ ഉപരോധിച്ചു. മലയാളികളുടെ മനസ്സിൽ പൂവിളികളുടെ ഈണവുമായി നാളെ അത്തം. ബുള്ളറ്റിൻ പൂർണ്ണമായി. നമസ്കാരം.